Hi friends, welcome to my YouTube channel. Today we are going to discussing about first 5-year plan of India. First 5-year plan of India 1951 to 1956, 1st April 1951 to 31st March 1956 വരെയാണ് first 5-year plan of India. The architect of 5-year plan was K.N. Raj, was an Indian economist. He played an important role in India's planned development and crafting section of first 5-year plan. K.N. രാജ് എന്ന് പറയുന്ന ഇന്ത്യൻ എക്കണോമിസ്റ്റ് അദ്ദേഹമായിരുന്നു ഫസ്റ്റ് 5-year പ്ലാന്റെ നിർമ്മാതാവ് എന്ന് അറിയപ്പെടുന്നത്. He was played an important role in Indian planned development. Next, Jawaharlal Nehru was the Indian Prime Minister. He presented the first 5-year plan of Parliament in Parliament of India. ജവഹർലാൽ നെഹ്റു നമുക്കറിയാം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഫസ്റ്റ് 5-year പ്ലാൻ പാർലമെന്റിൽ പ്രസന്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ ഹാർഡർ ഡൊണാർ മോഡൽ. ഫസ്റ്റ് 5-year പ്ലാൻ എന്തിന്റെ ബേസ്ഡിലായിരുന്നു? ഹാർഡർ ഡൊണാർ മോഡൽ എന്ന പദ്ധതിയിലായിരുന്നു. വാട്ട് ഈസ് ഹാർഡർ ഡൊണാർ മോഡൽ മീൻസ്? ദ റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഇൻ അവർ കൺട്രി. The first 5-year plan was introduced in 1951. ഫസ്റ്റ് 5-year plan ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ഇറ്റ് ഫോക്കസ്ഡ് പ്രൈമറിലി ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് പ്രൈമറി സെക്ടർ. പ്രാഥമിക മേഖലയിലും എല്ലാം തന്നെ ഫസ്റ്റ് 5-year പ്ലാൻ എന്ത് ചെയ്തു? മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ, പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ഇറിഗേഷൻ. The motto of first 5-year plan was development of agriculture. Motto means agenda. First 5-year plan main agenda എന്തായിരുന്നു? Development of agriculture. Next, the based on Harner Donor model. Community development program was launched on 2nd October 1952. Community development program launched ചെയ്തു. Next, establishment of all Indian handicraft and rural board in 1952. കരകൗശല വസ്തുക്കളെല്ലാം തന്നെ എക്സ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എവിടെ? ഗ്രാമീണ മേഖലയിൽ, റൂറൽ ബോർഡിലല്ല. നെക്സ്റ്റ് റൂറൽ ബേസ്ഡ് എല്ലാം. നെക്സ്റ്റ് എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓൾ ഇന്ത്യ ഖാദി ആൻഡ് റൂറൽ ബോർഡ് ഇൻ 1953. ഓൾ ഇന്ത്യൻ ഖാദി ആൻഡ് റൂറൽ ബോർഡ് ഓഫ് 1953 എക്സ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എക്സ്റ്റാബ്ലിഷ്ഡ് ഓൺ 1st July 1955. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായിരുന്നു മെയിൻ important point of based on harder donor model in first 5-year plan of India. State Bank of India was established on 1st July 1955. Okay, Industrial Development Program and Regulation Act was passed on 8th May 1952. Industrial Development Regulation Act pass ചെയ്തപ്പോൾ 8th May 1952 നെക്സ്റ്റ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953 ആരംഭിച്ചു. നെക്സ്റ്റ് ബക്കർ നാഗൽ ഡാം പ്രോജക്റ്റ് ഓൺ സദ്ദുൽ റിവർ ഇൻ പഞ്ചാബ്. ഇതെല്ലാം ഫസ്റ്റ് 5-year പ്ലാന്റെ പ്രോജക്ട്സ് ആയിരുന്നു. നെക്സ്റ്റ് ഡാമോർ വാല്യൂ പ്രോജക്റ്റ് ഓൺ ഡാമോർ റിവർ ഇൻ ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. നെക്സ്റ്റ് ഹിജ്റൻ ഡാം പ്രോജക്റ്റ് ഓൺ മഹാനദി ഇൻ ഒഡീസ. ഫസ്റ്റ് ബഡ്ജറ്റ് ഓഫ് ഫസ്റ്റ് 5-year പ്ലാൻ. ഫസ്റ്റ് 5-year പ്ലാന്റെ ബഡ്ജറ്റ് എന്താണെന്ന് നമുക്ക് ഇനി അടുത്ത് നോക്കാം. ദ ടോട്ടൽ പ്ലാൻഡ് ബഡ്ജറ്റ് ഓഫ് ഫസ്റ്റ് 5-year പ്ലാൻ rupees 2069 crores was allocated to 7 board areas. 7 ഡിപ്പാർട്ട്മെന്റിലായിട്ട് 7 ബോർഡിലായിട്ട് ഫസ്റ്റ് 5-year പ്ലാന്റെ ബഡ്ജറ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താ നോക്കാം? ഇറിഗേഷൻ ആൻഡ് എനർജി ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് ഈസ് ഇറിഗേഷൻ എനർജി ഡിപ്പാർട്ട്മെന്റിൽ എത്ര ചിലവായി നോക്കിയാൽ 27.2%. നെക്സ്റ്റ് അഗ്രികൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിൽ 17.4%. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 24%. ആൻഡ് ഫോർത്ത് വൺ ഇൻഡസ്ട്രി 8.4%. ഫിഫ്ത്ത് വൺ സോഷ്യൽ സർവീസിന് എത്ര നോക്കിയാൽ 16.64%. നെക്സ്റ്റ് ലാൻഡ് ഇറിഗേഷൻ ആൻഡ് ഫാമേഴ്സിന് 4.1%. അതർ സെക്ടേഴ്സ് ആൻഡ് സർവീസ് 2.5%. 7 ബഡ്ജറ്റ് ഓഫ് ഫസ്റ്റ് 5-year പ്ലാൻ 7 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഇറിഗേഷൻ ആൻഡ് എനർജി, അഗ്രികൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഡസ്ട്രി, സോഷ്യൽ സർവീസ്, ലാൻഡ് റിഹബിലിറ്റേഷൻ, ഫാമേഴ്സ്, അതർ സെക്ടേഴ്സ് ഓഫ് സർവീസ്. ഫസ്റ്റ് 5-year പ്ലാന്റെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ പ്രോജക്റ്റ് ആയാലും ബേസ്ഡ് ഓൺ ഹൺഡ്രഡ് ഡോമർ മോഡൽ
ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്തിനായിരുന്നു മെയിൻലി ഫോക്കസ് ചെയ്തത്? അഗ്രികൾച്ചറിനായിരുന്നു. മെയിൻലി ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ, പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ഇറിഗേഷൻ. നെക്സ്റ്റ് 5 ഇയർ പ്ലാൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ റോഡ്സ് എല്ലാം തന്നെ ഇംപ്രൂവ്മെൻ്റ് ആയി. ഇംപ്രൂവ്മെൻറ്റ് സിവിൽ അവിക്കേഷൻ, ഇംപ്രൂവ്മെൻറ്റ് ഇൻ റെയിൽവേ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെലിഗ്രാഫ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ പോസ്റ്റ്. ഇതൊക്കെ തന്നെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആയിരുന്നു. സോ ഇംപ്രൂവ്മെൻറ്റ് എല്ലാം തന്നെ വികസനം ഉണ്ടാവുകയും ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുകയും ചെയ്തത് എന്തിനൊക്കെ ആയിരുന്നു? ഇംപ്രൂവ്മെൻറ്റ് ഇൻ റോഡ്സ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ സിവിൽ അവിക്കേഷൻസ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ റെയിൽവേസ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെലിഗ്രാംസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ പോസ്റ്റ്. Next, the World Health Organization with the Indian government to address issues related to children's health and aimed to reduce infant mortality. World Health Organization എന്തിന് മെയിൻലി എന്താ പറയുക റിലേറ്റഡ് ടു ചിൽഡ്രൻസിൻ്റെ ഹെൽത്തിനായാലും ഇൻഫൻറ്റ് മൊറാലിറ്റി, ചൈൽഡ് ഡെത്ത് എല്ലാം തന്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ആയിരുന്നു ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ അച്ചീവ്മെൻറ്റ്സ്. നമ്മളിപ്പോൾ നോക്കി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നോക്കി. ബഡ്ജറ്റ് എല്ലാം തന്നെ വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യ. 1956 to 1961 വരെയായിരുന്നു. ഫസ്റ്റ് ഏപ്രിൽ 1956 ടു മാർച്ച് 1961. പ്രൊപ്പോസ്ഡ് പ്ലാൻ ഔട്ട്ലേ എന്ന് പറയുന്നത് 79,000 crores ആയിരുന്നു. The second plan focused on development of the public sector and rapid industrialization. First 5 year plan എന്തിനായിരുന്നു? മെയിൻലി ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ, പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ഇറിഗേഷനിലായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് പ്ലാൻ വന്നപ്പോൾ എന്തിനൊക്കെയായിരുന്നു മെയിൻലി ഫോക്കസ് ചെയ്തത്? അവർ പബ്ലിക് സെക്ടറിലും റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹെവി ആൻഡ് ബേസിക് ഇൻഡസ്ട്രീസ് ആൻഡ് ക്യാപിറ്റൽ ഓഫ് ഗുഡ്സ് ലൈക്ക് അയൺ, സ്റ്റീൽ, കെമിക്കൽസ് എക്സെട്ര എക്സെട്ര എക്സെട്ര. The plan followed by Mahalanobis model. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ഹാർണർ-ഡോണാർ മോഡൽ ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ മഹാലോണബസ് മോഡൽ. ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് മോഡൽ ഡെവലപ്ഡ് ബൈ മഹാലോണബസ് മോഡൽ. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ഹാർണർ-ഡോണാർ മോഡലായിരുന്നു. ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് മോഡൽ ബൈ ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ പ്രസിഡന്റ് ജോന്ദ്ര മഹാലോണബസ് ഇൻ 1953. The main object was to launch industrialization and strengthen the industrial base of the economic. The second plan started with an emphasis of the expansion of public sector and aimed at the establishment of socialist and pattern of the society. Second 5 year plan mainly focused on public sector and establishment of socialist and pattern of society. സൊസൈറ്റിയിൽ എന്തൊക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊണ്ടുവരാം, പബ്ലിക് സെക്ടറിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം എന്നതായിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാൻ്റെ എയിം എന്ന് പറയുന്നത്. The aim of plan was expand existing health service to bring them within the reach of the people as to promote progressive improvement of nation's health. എല്ലാ ജനങ്ങൾക്കും ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതായിരുന്നു വേറൊരു ഇമ്പോർട്ടൻറ്റ് എയിം എന്ന് പറയുന്നത്. പ്രൊമോട്ട് ടു ഇംപ്രൂവ്മെൻറ്റ് നേഷൻസ് ഹെൽത്തിന് വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുകയും അവർ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. The second 5 year plan focused on industrial, especially heavy industry, which focused mainly on agriculture. Agriculture-നെ അവർ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് വാസ് എൻകറേജ്ഡ് ഇൻ ദ സെക്കൻഡ് പ്ലാൻ, particularly in the development of the public sector. First 5 year plan mainly focused on agriculture. ആൻഡ് സെക്കൻഡിൽ വരുമ്പോഴത്തേക്ക് എന്തായിരുന്നു? ഇൻഡസ്ട്രിയൽ ഹെവി ആയിരുന്നു. അഗ്രികൾച്ചറിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എല്ലാം തന്നെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പബ്ലിക് സെക്ടറിന് വേണ്ടിയായിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാൻ മെയിൻലി ഫോക്കസ്ഡ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ടു ഇൻക്രീസ് ബൈ 25%. 25% increase in the national income. It was a great achievement to make the country more industrialized. To increase employment opportunity, ഓരോ സിറ്റീസിന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡഡ് ചെയ്തു, ഇൻക്രീസ്ഡ് the assigning lead role to the public sector to launch industrialization and strengthen the industry based of the economy. Next, what is the development of the second 5 year plan? Community and agriculture development. കമ്മ്യൂണിറ്റിയിലും അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടു. പവർ ആൻഡ് ഇറിഗേഷൻ, സോഷ്യൽ സർവീസ്, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ട്രാൻസ്പോർട്ടിനായാലും കമ്മ്യൂണിക്കേഷൻ സെക്ടറിലായാലും എല്ലാത്തിലും തന്നെ ഫോർ ഡെവലപ്മെൻറ്റ്. റെയിൽവേ കണക്റ്റഡ് ടു എക്സ്റ്റെൻഡ് ദ നോർത്ത് ഈസ്റ്റ് റീജിയൻ. കമ്മ്യൂണിറ്റി പ്രോഗ്രാം ലോഞ്ച്.
കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP എന്നായിരുന്നു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ അറിയപ്പെടുന്നത്. ദിസ് ഈസ് ഓൾസോ ആർ ദ എന്താ പറയുക സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ ഡെവലപ്മെന്റ്സ് ആയിരുന്നു. കമ്മ്യൂണിറ്റിയിലായാലും അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഉണ്ടായി, പവർ ടു ഇറിഗേഷൻ, സോഷ്യൽ സർവീസ്, കമ്മ്യൂണിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട്, railway connecting to extend to north east region, community development program. Next, achievements: 5 steel plants, a hydroelectric power project, production of charcoal industry, more railway lines, land reform measures, improved the living standard of people. What is the main achievements of the second 5 year plan was 5 steel plants, the hydroelectric power project introduced ചെയ്തു, production of coal increased ചെയ്തു, more railway lines introduced the more railway lines and land reform measures and improve the living standard of people's living standard തന്നെ ഇംപ്രൂവ്മെന്റ് എഡ്യൂക്കേഷനിലൂടെ ആയാലും ജോബ് ഫെസിലിറ്റിയിലായാലും അതിന് ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. Plan outlay ₹79,000 crores. The plan allocated by ₹53 crores for urban water supply. 53 crores എന്തിനു പോയിരുന്നു? അർബൻ വാട്ടർ സപ്ലൈസിന് പോയിരുന്നു. ഇനി സാനിറ്റേഷൻസിൽ നോക്കുകയാണെങ്കിൽ സപ്ലൈ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ. ഇനി 83 crores റൂറൽ വാട്ടർ സപ്ലൈക്കും പോയിരുന്നു. Then the special grant of the 10 crores urban area with the municipal corporation was allocated. പിന്നെ 10 crores എന്തിനു പോയിരുന്നു? നമ്മുടെ അർബൻ ഏരിയയിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ. ബൈ ദ എൻഡ് ഓഫ് ദ 1961 1,200 villages had sanitation facilities. By the end of the 1961 ലായപ്പോൾ 1,200 വില്ലേജ് ഫാർ ഇംപ്രൂവ്മെന്റ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ആയാലും ഫാർ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. So these all are the second 5 year plans of India. Next we are going to discussing about third 5 year plan of India 1961 to 1966 വരെയായിരുന്നു. The third 5 year plan stressed agriculture and improvement in the production of wheat, but the brief Sino-Indian War of 1962 exposed weakness in the economic and shifted the focus towards the defense industry and the Indian army. തേർഡ് 5 ഇയർ പ്ലാൻ ടൈമിൽ എന്തുകൊണ്ടാണ് സിനോ ഇന്ത്യൻ വാർ നടക്കുന്ന ഒരു ടൈമായിരുന്നു. സോ ഇറ്റ് വാസ് എന്താ പറയുക ഫസ്റ്റ് 5 ഇയർ പ്ലാനിലെയും തേർഡ് 5 ഇയർ പ്ലാനിലെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഒരുപാട് അച്ചീവ്മെന്റ്സും തേർഡ് 5 ഇയർ പ്ലാനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. വി വാണ്ട് ടു ചെക്ക് ദാറ്റ്. ഓക്കെ, complete failure. It was a complete failure in reaching the target due to the unforeseen event in Chinese aggregation in 1962, Indo-Pak War 1965, Serb brought in 1965 to 1966. ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്ന ടൈമിലായിരുന്നു തേർഡ് 5 ഇയർ പ്ലാനിന്റെ തുടക്കം. ബട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെയും സെക്കൻഡ് 5 ഇയർ പ്ലാൻ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് തേർഡ് 5 ഇയർ പ്ലാൻ ഇറ്റ് വാസ് നോട്ട് ഇംപ്രൂവ്ഡ്. എന്താ പറയുക, ഒരുപാട് അച്ചീവ്മെന്റ്സോ ഇംപ്രൂവ്മെന്റ്സോ ഒന്നും തന്നെ തരാനായിട്ട് നമ്മുടെ തേർഡ് 5 ഇയർ പ്ലാനിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മെയിൻ പ്രൈമറി സ്കൂൾസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ റൂറൽ ഏരിയസ്. എന്താ പറയുക, ഇറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഓക്കെ, എന്തായിരുന്നു പ്രൈമറി സ്കൂൾസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ റൂറൽ ഏരിയയിൽ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പഞ്ചായത്ത് ഇലക്ഷൻ വെയർ സ്റ്റാർട്ടഡ്, പഞ്ചായത്ത് ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ആൻഡ് സ്റ്റേറ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡ് വെയർ ഫോംഡ്. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റിയിലായാലും സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഓക്കെ, ദ തേർഡ് പ്ലാൻ 1961 to 1966, target growth 5.6%, annual growth 2.84%. The aim was to make India as a self-relevant, self-generating economy. മെയിൻ എയിം എന്തായിരുന്നു? ഇന്ത്യ എന്ന് പറയുന്നത് സെൽഫ് റിലവൻ്റ് ആയിട്ടും സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി ആയിട്ട് നിൽക്കണം എന്നതായിരുന്നു. അഗ്രികൾച്ചർ വാസ് ഗിവൺ ടു ടോപ്പ് പ്രയോറിറ്റി ടു സപ്പോർട്ട് ദ എക്സ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രി. നമ്മുടെ അഗ്രികൾച്ചർ എന്തായിരുന്നു? ടോപ്പ് പ്രയോറിറ്റി. നമ്മുടെ എന്താ പറയുക, ഫുൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലായാലും എക്കണോമിക് ഡെവലപ്മെൻറ്റിലായാലും ഒരുപാട് സപ്പോർട്ട് നമുക്ക് അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ്പോർട്ടിങ്, ഇൻഡസ്ട്രി എല്ലാം തന്നെ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓൾസോ. ഇറ്റ്സ് ഫെയിലിയർ ഇൻ റീച്ചിങ് ദ ടാർഗറ്റ് ഡ്യൂ ടു ദ ഈവന്റ്. എന്താ പറയുക, ഇതൊരു ഫെയിലിയർ ആവാൻ കാര്യം എന്തായിരുന്നു? ചൈനീസ് എർഗേഷൻ. 1962 ചൈനീസ് എർഗേഷൻ വന്നതും ഇൻഡോ പാക് വാർ വന്നത് 1965, സർബ് ബ്രോട്ട് 1965 to 1966 എല്ലാം തന്നെ എന്താ പറയുക, ഇറ്റ് വാസ് എ അനദർ ഫെയിലിയർ. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താ പറയുക,
to increase the production of agriculture production increase ആവാൻ തുടങ്ങി. സോ ദാറ്റ് ദ നാഷൻ ഇൻ സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻസ്, നമ്മൾ ഫുഡ് ഗ്രെയിനിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഗ്രികൾച്ചറിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എവറി സിറ്റിസൺ ഓഫ് ദ കൺട്രി, എല്ലാ സിറ്റിസണിനും, ഇന്ത്യയിലെ എല്ലാ കൺട്രിയിലുള്ള എല്ലാ സിറ്റിസണിനും ടു പ്രൊവൈഡ് എക്കണോമിക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ടു എസ്റ്റാബ്ലിഷ് ഇക്വാലിറ്റി സമത്വം എമംഗ് ഓൾ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി, എല്ലാവർക്കും തുല്യതമായിട്ട് എല്ലാവർക്കും ഒരു തുല്യ അവകാശം, ഓക്കെ, അത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ടു ഇൻക്രീസ് ദ നാഷണൽ ഇൻകം ഓഫ് മോർ ദാൻ 5% ആനുവൽ. ഡേ ബൈ ഡേ ഇറ്റ് ഇൻക്രീസ് ദ നാഷണൽ ഇൻകം ഇൻക്രീസ്ഡ് മോർ ദാൻ 5%. To achieve self-sufficient in food grains and increase agriculture production, to expand basic industry like steel, chemical industries, etc. Next, achievements. Decentralization. Next, the achievements of third five-year plan. Decentralization, organization formed to improve oil conservation, irrigation, afforestation, green revolution. തേർഡ് 5-year പ്ലാനിൽ തന്നെ വന്നൊരു ഇതായിരുന്നു 3 ആനുവൽ പ്ലാൻ ഓർ പ്ലാൻ ഹോളിഡേ. അതും 1966 to 1969 വരെ ആയിരുന്നു. ഡ്യൂ ടു ദ മിസറബിൾ ഫെയിലിയർ ഓഫ് ദ തേർഡ് പ്ലാനിന്റെ മിസറബിൾ ഫെയിലിയർ കാരണം ഗവൺമെന്റ് വാസ് ഫോഴ്സ്ഡ് ടു ഡിക്ലെയർ ദ പ്ലാൻ ഹോളിഡേ. തേർഡ് 5-year പ്ലാൻ വി ഓൾറെഡി ഡിസ്കസ്ഡ്. ഫസ്റ്റ് 5-year പ്ലാനും സെക്കൻഡ് 5-year പ്ലാനിൽ നിന്നും ഒരുപാട് അച്ചീവ്മെന്റ്സും ഉണ്ടാവാൻ സാധിച്ചില്ല. ഇറ്റ് വാസ് എ ഫെയിലിയർ. ഓക്കെ, സോ ആ ടൈമിൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തതായിരുന്നു 3 ആനുവൽ പ്ലാൻ അല്ലെങ്കിൽ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. Okay, due to the miserable failure of the third plan, the government was forced to declare plan holiday from 1966 to 1967. 1967 to 1968 and 1968 to 1969 മൂന്നായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. എന്തെങ്ങനെ നോക്കിയാൽ 1966 to 67 വരെയും 1967 to 68 വരെയും 1968 to 69 വരെയായിരുന്നു തേർഡ് എന്താ പറയുക 3 ആനുവൽ പ്ലാൻ. The country had to import large quantity of food grain as a result of falling the growth of agriculture output and rapidly increased population. Okay, the government of India declared devaluation of rupees. Okay, the government of India declared devaluation of rupees. രൂപയുടെ മൂല്യത്തകർച്ച കാരണം എന്താ പറയുക, നമ്മുടെ 3 ആനുവൽ പ്ലാൻ ഓർ പ്ലാൻ ഹോളിഡേ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ടു ഇൻക്രീസ് ദ എക്സ്പോർട്ട് ഓഫ് ദ കൺട്രി, ദ മെയിൻ റീസൺ ഫോർ പ്ലാൻ ഹോളിഡേ. രൂപയുടെ മൂല്യത്തകർച്ച കാരണം നമുക്ക് ഒരുപാട് എക്സ്പോർട്ട്സും ഇമ്പോർട്ട് ഐറ്റംസും നമ്മൾക്ക് രാജ്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് എ മെയിൻ റീസൺ ഫോർ ദ plan holiday, where the war lacks of resource and increase the inflation. Next, reason for failure of third 5-year plan. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു ഇതൊക്കെ. ഇൻഡോ ചൈന വാർ, നമ്മൾ തേർഡ് 5-year പ്ലാൻ ഫെയിലിയർ ആവാനുള്ള 3 റീസൺസ് ആണിത്. ഇൻഡോ ചൈന വാർ, ഇൻഡോ പാക് വാർ, ഹെവി ട്രോഡ്. ഇൻഡോ ചൈന വാർ ഏത് വർഷമായിരുന്നു? 1962 ഇൻഡോ പാക് വാർ 1965 ഹെവി ട്രോഡ് 1965 to 1967 ആയിരുന്നു. ഇനി പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് 1966 to 1969 വരെയായിരുന്നു. 1969 ജനുവരി 10 ഫസ്റ്റ് നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്തു. Okay, next we are going to discussing about fourth 5-year plans of India. അതിൻ്റെ പീരീഡ് അപ്പോൾ 1969 to 1974 വരെയായിരുന്നു. At this time, Indira Gandhi was the Prime Minister of India. Fourth 5-year plan ടൈമിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു Prime Minister of India. The fourth 5-year plan adopted the objectives of correcting and earlier trend to increase the concentration of wealth and economic growth. First 5-year പ്ലാനിൽ agriculture mainly focused, and second 5-year പ്ലാനിൽ വന്നപ്പോഴത്തേക്ക് മെയിൻലി ഫോക്കസ്ഡ് ഓൺ പബ്ലിക് സെക്ടർ, ആൻഡ് തേർഡ് 5-year പ്ലാനിൽ വരികയാണെങ്കിൽ ഫെയിലിയർ ആയിരുന്നു. ബട്ട് അതെന്താ പറയുക, ഫസ്റ്റ് 5-year പ്ലാനിൻ്റെയും സെക്കൻഡ് 5-year പ്ലാനിൻ്റെയും ഒരു ഫോളോ ചെയ്ത് മാത്രമായിരുന്നു പൊക്കോണ്ടിരുന്നത്. സോ ഫോർത്ത് 5-year പ്ലാനിൽ അവർ മെയിൻലി ഫോക്കസ്ഡ് എന്ത് ചെയ്തു? വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഗഡീൽ ഫോർമുല. The Indira Gandhi government nationalized 4th major Indian bank for 14th major Indian banks and green revolution in India
advanced agriculture. The fourth five-year plan intentionally focused due to the development of countries. Fourth five-year plan എന്തിനായിരുന്നു മെയിൻ്റെ ഇൻറ്റൻഷൻ ചെയ്ത ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ഡ്യൂ ടു ദ റിയലൈസേഷൻ ഫ്രെയിംസ് ആൻഡ് ബ്രോട്ട് ഇന്ത്യ ഡിഡ് നോട്ട് പേ മച്ച് നീഡ് ടു long-term goal, food grains, production increase to bring about self-sufficiency in production. Next, objectives of the fourth five-year plan to reform and restructure government expenditure agenda to facilitate growth exports. നും മെയിൻലി അജണ്ട എന്തായിരുന്നു? എക്സ്പെൻഡിച്ചർ ഓഫ് റീസ്ട്രക്ചർ, ഗവൺമെൻറ് ഒരു റീസ്ട്രക്ചർ ചെയ്യുക എന്നതായിരുന്നു. ടു അലേർട്ട് ദ സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി, the growth rate of agriculture to enable other sector to move forward. നമ്മൾ അഗ്രികൾച്ചർ മൂവ് ഫോർവേഡ് കൊണ്ടുവരാൻ വേണ്ടി ഗ്രോത്ത് റേറ്റ് എല്ലാം തന്നെ ഇനേബിൾ ചെയ്യാനായിട്ടും ഇൻക്രീസ്ഡ് ചെയ്യാൻ വേണ്ടി ഫോർത്ത് ഫൈവ് ഇയർ പ്ലാനിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ റവല്യൂഷൻ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇംപ്രൂവ്ഡ് അഗ്രികൾച്ചറിന് അത് ഒരുപാട് മാറ്റം കൊണ്ടുവരിക അത് ഒരുപാട് ഇതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ടാർഗറ്റ് ഗ്രോത്ത് ഓഫ് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ വാസ്, ടാർഗറ്റ് എന്തായിരുന്നു? ഫൈവ് ഇയർ പ്ലാൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 5.7% ആൻഡ് ആനുവൽ ഗ്രോത്ത് എന്തായിരുന്നു? 3.3% ആയിരുന്നു. ദ സ്ട്രെങ്തൻ പ്രൈമറി ഹെൽത്ത് സെന്റർ നെറ്റ്വർക്ക് ഇൻ റൂറൽ ഏരിയ. നെക്സ്റ്റ്, അച്ചീവ്മെന്റ് ഓഫ് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ. ഗ്രേറ്റ് advancement has been made with regard to India's national income, considered as one of the emerging power, served as a stepping stone of the economic growth. ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്താ? സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് ദ എക്കണോമിക് ഗ്രോത്ത് എന്ന് തന്നെ നമുക്ക് പറയാം. ഫുഡ് ഗ്രെയിനിലായാലും പ്രൊഡക്ഷനിലായാലും ഒരുപാട് ഇൻക്രീസ്ഡ് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാനിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യ 1974 to 1979. The fifth five-year plan laid stress on the employment, poverty and justice. The plan was focused on self-reliance and agriculture production and defense. ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാനിലോട്ട് വരികയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റിനായാലും പോവർട്ടി ജസ്റ്റിസിനെല്ലാത്തിനുമായിരുന്നു മെയിൻലി അവരെന്താ പറയുക ഫോക്കസ്ഡ് ചെയ്തിരുന്നത്. ഓക്കെ, ദ പ്ലാൻ എസ്പെഷ്യലി എയിംഡ് അറ്റ് ഇൻക്രീസിങ് ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നതായിരുന്നു മെയിൻലി ഫോക്കസ്ഡ് ആൻഡ് കൺസെപ്ഷൻ ഓഫ് ലോവസ്റ്റ് 13% ഓഫ് പോപ്പുലേഷൻ BPL family and enlightening the special form of external assistance, particularly as regard food and facilities import. This plan was terminated at its fourth five-year plan and Janata Party government in 1952. Janata Party 1952 ടെർമിനേറ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാനിൽ വരുമ്പോൾ ഒരുപാട് വികസനങ്ങൾ ഈ മുന്നിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫൈവ് ഇയർ, സെക്കൻഡ് ഫൈവ് ഇയർ, തേർഡ് ഫൈവ് ഇയർ ആൻഡ് ഫോർത്ത് ഫൈവ് ഇയർ നോക്കുമ്പോൾ ഒരുപാട് ഫാർ ഫോർവേഡഡ് ആയിരുന്നു. എക്കണോമിക് അടിസ്ഥാനത്തിലായാലും ജസ്റ്റിസിൻ്റെ ആയാലും എംപ്ലോയ്മെൻറ്റിലായാലും എല്ലാം തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് സഹായമായി ഓരോ കാര്യങ്ങൾ BPL ഫോം ചെയ്യാനായിട്ടായാലും എല്ലാത്തിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എയിം ഓഫ് ദ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ ദ മെയിൻ എയിം ഓഫ് ദ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ വാസ് ടു ഇംപ്രൂവ് മിനിമം ലെവൽ വെൽ irrigated then special care of reference and voluntary group, especially children, pregnant women and nursing mothers. ഒരുപാട് വോളണ്ടറി ഗ്രൂപ്പ്സ് ചിൽഡ്രൻസിനായാലും പ്രഗ്നന്റ് വിമൻസിനായാലും നഴ്സിംഗ് മദേഴ്സിനായാലും തന്നെ ജനങ്ങളുടെ കാര്യത്തിന് ഒരുപാട് മുൻഗണന കൊടുക്കാനായിട്ട് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ദ പ്ലാൻ വാസ് ഫോക്കസ്ഡ് ഓൺ സെൽഫ് റിലയൻസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ഡിഫെൻസ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ടു റെഡ്യൂസ് social, religion and economic disparities. The world economic was in a troublesome state which had negative impact of the Indian economy. Reduce poverty reduce ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. To increase food and energy sectors. ഫുഡിനായാലും എനർജി സെക്ടറിനായാലും ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സെൽഫ് എംപ്ലോയ്മെന്റ് ത്രൂ ഹാസ് എ വെൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. സെൽഫ് എംപ്ലോയ്മെന്റ്, improving the agriculture condition by impacting the land reforms measures, promote to higher growth rate, better income distributing and also significant increase the domestic rate of saving. Next, important to primary education, important കൊടുക്കാൻ സാധിച്ചു. പ്രൈമറി എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻ്റ് അവർ കൊടുത്തിരുന്നു. ടു ചെക്ക് റൂറൽ അൺഎംപ്ലോയ്മെന്റ്. റൂറലായാലും അർബൻ ഏരിയയിലായാലും അൺഎംപ്ലോയ്മെന്റ് വരാതെ ഫുൾ എല്ലാം തന്നെ എംപ്ലോയ്മെന്റ് ആവാൻ വേണ്ടി എംപ്ലോയിഡ് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഇൻഡസ്ട്രി സെക്ടർ.
നെക്സ്റ്റ് അച്ചീവ്മെന്റ് ഓഫ് ദ ഫിഫ്ത്ത് 5-year പ്ലാൻ, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഇൻക്രീസ്ഡ് ഉണ്ടായിരുന്നു. ഇംപ്രൂവ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷന് നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഓൾ ഇന്ത്യ, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ എല്ലാ ഓൾ ഇന്ത്യയിലേക്ക് വ്യാപിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടു ഡെവലപ്പ് ലേബർ ഇന്റൻസി ടെക്നോളജിക്കൽ പരമായിട്ട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എൻകറേജ് സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ മേഖലയിൽ എംപ്ലോയ്മെന്റിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എൻകറേജ് ഗ്രോത്ത് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറിയ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയാലും അതിനും അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോബ്ലംസ് ഓഫ് ഫിഫ്ത്ത് 5-year പ്ലാൻ. ദ ഇന്റർനാഷണൽ എക്കണോമിക് വാസ് ഇൻ എ ട്രബിൾ. ഓക്കെ, ഇന്റർനാഷണൽ എക്കണോമി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ട്രബിളിലായിരുന്നു. ദാറ്റ്സ് ദ മെയിൻ പ്രോബ്ലം. ഫേസിംഗ് ഇൻഫ്ലേഷണറി പ്രഷേഴ്സ്, ദ പ്രൈസ് വെയർ ഇൻക്രീസ്ഡ് ഇൻ ഫുഡ്, ഓയിൽ ആൻഡ് ഫെസിലിറ്റി. എന്താ പറയുക, ദ പ്രൈസ് വെയർ ഇൻക്രീസ്ഡ് ഇൻ ഫുഡ് ഐറ്റംസിന് പ്രൈസ് എന്താ പറയുക ഇൻക്രീസ്ഡ് ആവാൻ തുടങ്ങി. ഓയിലിനായാലും അതർ ഫെസിലിറ്റീസ് ആയാലും അത് ഇൻക്രീസ്ഡ് ആവാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ദാറ്റ് വാസ് എ മെയിൻ പ്രോബ്ലം. നെക്സ്റ്റ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് 5-year പ്ലാൻ. The planning commission was set up in March 1915. Jawaharlal Nehru was the first chairman of planning commission. Jawaharlal Nehru ആയിരുന്നു first Indian prime minister and he is the first chairman of planning commission also. The main objective of the government to promote rapid rise in the standard of living of the people, increasing production and offering opportunities to all the employment in the service of the community. ഗവൺമെന്റ് എല്ലാ രീതിയിലും തന്നെ ജനങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്നുകൊണ്ടേ ഇരുന്നിരുന്നു. ഇൻക്രീസിങ് ദ പ്രൊഡക്ഷനിലായാലും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിനായാലും എംപ്ലോയ്മെന്റിലായാലും എഡ്യൂക്കേഷൻ അവർ പ്രൊമോട്ട് ചെയ്തതോടെ തന്നെ ഫുൾ എന്താ പറയുക സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനായാലും എല്ലാം തന്നെ ഇൻക്രീസ്ഡ്. ഗവൺമെന്റ് ഫുൾ പ്രൊമോട്ടഡ് മെയിൻലി ഗവൺമെന്റിന്റെ മെയിൻ ഉദ്ദേശം തന്നെ എന്തായിരുന്നു, ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി അവർ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരുന്നു. The planning commission was charged with the responsibility of making assessment of the all resources of the country. The objective of the commission was growth, employment, self-reliance and social justice. Next, achievement of 5-year plans. Increase in national and per capita income. Employment in development in agriculture development ഉണ്ടായി. Development in industrial development, social science technology നോക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ്. Educational system, for development in educational system, growth and diversification of industry. International trade, improvement of health facilities, self-sufficient, development of transport facilities, irrigation, banking. ഇതെല്ലാം തന്നെ അച്ചീവ്മെന്റ്സ് ആയിരുന്നു. എന്തെന്നൊക്കെ നോക്കിയാൽ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി, സയൻസ് ടെക്നോളജി എല്ലാം തന്നെ ഡെവലപ്മെന്റ് ചെയ്യാൻ തുടങ്ങി. എഡ്യൂക്കേഷൻ സിസ്റ്റംസിന് ഒരുപാട് ഇംപ്രൂവ്മെന്റ് വരികയും ഡെവലപ്ഡ് എന്താ പറയുക വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു. ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. ഇന്റർനാഷണൽ ട്രേഡ്, ഇമ്പോർട്ടായാലും എക്സ്പോർട്ടായാലും ഇന്റർനാഷണൽ ട്രേഡിന് സ്റ്റാർട്ട് ചെയ്തു. ഇംപ്രൂവ്മെന്റ് ഹെൽത്ത് ഫെസിലിറ്റി, ജനങ്ങളുടെ ആരോഗ്യക്ഷേമത്തിന് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. Self-sufficient, development of transport facilities, irrigation, banking facilities എല്ലാം തന്നെ achievements of first 5-year plan. Next, objectives of first 5-year plan. Economic growth. The first one is economic growth. Second, economic equality, social justice, full employment, economic self-reliance, modernization. This is the objectives of first 5-year plan. എന്തായിരുന്നു? Economic growth. Okay. Second, equality, social justice, ഫുൾ എംപ്ലോയ്മെന്റ്, എല്ലാവർക്കും തന്നെ എംപ്ലോയ്മെന്റ് ഉറപ്പുവരുത്തിയിരുന്നു. എക്കണോമിക് സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ. ഫെയിലിയർ ഓഫ് ദ 5-year പ്ലാനിൽ നോക്കുകയാണെങ്കിൽ പോവർട്ടി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ, ഇനിക്വാലിറ്റി, ചിലയിടത്തായി ഇനിക്വാലിറ്റി വി ആർ ഫേസ്ഡ്. ഇംപ്ലിമെന്റ് ലാൻഡ് റിഫോംസ്. എക്കണോമിക് പവർ കുറച്ച് ഡിക്രീസ് ആയത് ഫെയിലിയർ ഓഫ് ദ ഫസ്റ്റ് 5-year പ്ലാനിന്റെ മെയിൻ റീസൺ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.